ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം. ഫ്രണ്ട്സ്, നമ്മുടെ ബബ്ലു മോനെ കാണാതായിട്ട് 1 മാസമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന പൂച്ചക്കുഞ്ഞിന് വയ്യാതെയായി. ഇന്ന് രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ ഇപ്പം ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകാണ്. ഞാൻ വിചാരിച്ചു അതിന് ഡിവാം ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ വലിയ പ്രോബ്ലം ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് നല്ല ടെമ്പറേച്ചറുണ്ട്, ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് അപ്പം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് പാർവ ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ തകർന്നു പോയി. കാരണം ഇപ്പം ബബ്ലു മോൻ കാണാതെ ഇരിക്കുന്നതിൻ്റെ അതിൻ്റെ ടെൻഷനിലിരിക്കാൻ, അതിൻ്റെ ഇടയ്ക്ക് ഈ പൂച്ചക്കുഞ്ഞിന് പാർവയായ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് പകരും. അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനിലാണ് ഞാൻ. ഇതിലാണെങ്കിൽ പൈസയും കുറവാണ്. അപ്പം വീഡിയോ കാരണം എല്ലാവരും പൂച്ചക്കുഞ്ഞിൻ്റെ അസുഖം മാറണം, വീട്ടിൽ വേറൊരു പൂച്ചകൾക്ക് ഈ അസുഖം വരല്ലെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഡോഗിനും കിഡ്നി ഫെയിലിയറാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ പൂച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്.